ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹീറോൻ്റെ ഡ്യൂറ്റാണ് വണ്ടി. സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ പോയി എടുത്തുകൊണ്ടുവന്നതാണ്. അതിന് ശേഷം നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ എയർ ഫിൽറ്ററിൻ്റെ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് പെട്രോൾ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് എയർ ഫിൽറ്ററൊക്കെ ഫുള്ള് പെട്രോളിൻ്റെ മയത്തോട് കൂടിയിട്ടുണ്ട്. തന്നെയല്ല എയർ ഫിൽറ്ററൊക്കെ മാറുന്ന ടൈം പണ്ടേ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഇതിൻ്റെ കളർ യെല്ലോ കളറാണ്. ഇതിപ്പോൾ ശരിക്കും ബ്ലാക്ക് കളറിലേക്ക് മാറി. അത്രയ്ക്കും പൊടിയുണ്ട് അതിനകത്ത്. പിന്നെ അതിൻ്റെ കാർബേറ്റർ യൂണിറ്റ് നമ്മളൊന്ന് ചെക്ക് ചെയ്തു. കാരണം കാർബേറ്ററിൻ്റെ കംപ്ലൈൻ്റ് ആണ്. ആ ഓവർഫ്ലോ ആയിട്ടാണ് പെട്രോൾ എയർ ഫിൽറ്റർ വഴി ഇതിനകത്തേക്ക് വന്നത്. ഈ കാർബേറ്ററിൻ്റെ പ്രത്യേകത വെച്ചാൽ ഈ ഡ്യൂറ്റ് മോഡൽ വണ്ടിക്ക് ഈ കാർബേറ്റർ കംപ്ലൈൻ്റ് ആണ്. ഇതിപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്ത് നോക്കാമെന്നുള്ളൂ. ഭാഗ്യപരീക്ഷണം കിട്ടാനായിട്ടുള്ള സാധ്യത 90% ഇല്ല. കാരണം അങ്ങനെ കംപ്ലൈൻറ്റ് കാണിച്ചാൽ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന കംപ്ലൈൻറ്റ് കാണിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നടപടി ആയില്ലെങ്കിൽ കാർബേറ്റർ നമുക്ക് മാറ്റി കളയേണ്ട ഒരു സിറ്റുവേഷൻ ആണ് കേട്ടോ. ഏകദേശം ഒരു 3000 ചില്ലാൻ്റെ അടുത്ത് നമുക്ക് കോസ്റ്റ് വരുന്നുണ്ട് കാർബേറ്റർ അസംബ്ലിക്ക്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് സ്കൂട്ടർ മോഡൽ വണ്ടിക്ക് പെട്രോൾ ഓൺ ഓഫ് കാര്യങ്ങളൊന്നുമില്ല. ഓട്ടോമാറ്റിക്കായിട്ടാണ്. അതായത് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എയർ എടുക്കും. അപ്പോൾ എയർ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ പെട്രോളാണ് വരാം. അപ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ ഈ ബ്ലാഡർ പോലത്തെ ഒരു യൂണിറ്റാണ് അത് വർക്ക് ചെയ്യുക. ആയിരിക്കണം പെട്രോളിൻ്റെ ടാപ്പ്. അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ പൈപ്പിൽ എയർ വലിക്കുകയും അതിൻ്റെ മുകളിലത്തെ പൈപ്പിൽ അപ്പോൾ വാൽവ് ഓപ്പൺ ആയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ പെട്രോൾ വരികയും ചെയ്യും. ഇതിപ്പോൾ ആ ഫംഗ്ഷൻ ഓൾറെഡി കംപ്ലൈൻറ്റാണ്. ത്രൂ ഔട്ട് പെട്രോൾ വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഫുൾ ടൈം പെട്രോൾ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ടാങ്കിൽ പെട്രോൾ എന്തോരം ഉണ്ടോ അത് പോയി തീരണ വരെ പെട്രോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. മൈനോട്ടായിട്ട് ഓവർഫ്ലോ വന്നുകൊണ്ടിരിക്കും. ഓൾറെഡി നമുക്ക് കാർബേറ്റർ വീക്കാണ്. കാർബേറ്റർ വീക്ക് ആണ് താനും നമുക്ക് പെട്രോൾ ടാപ്പും കംപ്ലൈൻറ്റ് ഉള്ളതുകൊണ്ടാണ് അത്രയും ലീക്കായിട്ട് പെട്രോൾ പോയിക്കൊണ്ടിരുന്നത്. പെട്രോൾ കൂടുതൽ എഞ്ചിൻ ഹെഡിലേക്ക് പോയാലും വണ്ടി സ്റ്റാർട്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ കറക്റ്റ് റേഷ്യോയിൽ പെട്രോൾ ചെന്നാൽ മാത്രമാണ് വണ്ടി സ്റ്റാർട്ടായി കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇപ്പോൾ നിലവിൽ ചെയ്യേണ്ട കേസ് എന്ന് പറഞ്ഞാൽ പ്ലഗ് ചേഞ്ച് ചെയ്തിടാം. പ്ലഗ് ഷോർട്ടിങ് ഉണ്ട്. അതേപോലെ എയർ ഫിൽറ്റർ മാറ്റിയിടാം. കാർബേറ്റർ ക്ലീൻ ചെയ്ത് കയറ്റാം. നിലവിൽ ഓവർഫ്ലോൻ്റെ പ്രശ്നം കാണിച്ചില്ലെങ്കിൽ ഈ രീതിയിൽ ഉപയോഗിക്കാം. കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി കാർബേറ്റർ അസംബ്ലി മാറ്റേണ്ടതായിട്ട് വരും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ പെട്രോൾ ടാപ്പാണ്. പെട്രോൾ ടാപ്പും കൂടി മാറ്റിയിട്ടാലാണ് ആ കംപ്ലൈൻറ്റ് റെഡി ആവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ സൈഡൊക്കെ നോക്കുമ്പോൾ നമ്മൾ കിക്കറിൻ്റെ കവറ് അഴിച്ചെന്തിനാന്ന് വെച്ചാൽ കിക്കർ ഇത് ഗ്രീസ് ചെയ്യണം. കിക്കർ അടിച്ചാൽ താഴെ പോയിരിക്കുക, പൊന്തി വന്നില്ല. അപ്പോൾ അതൊന്ന് ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചാണ്. അപ്പോൾ എൻ്റെത് ബെൽറ്റൊക്കെ ഓൾറെഡി ഇവിടെ പൊട്ട് വീണിരിക്കുന്നുണ്ട് കേട്ടോ. നിലവിൽ നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല. കിക്കർ കവർ അഴിച്ചിട്ട് കിക്കർ വീല് ഗ്രീസ് ചെയ്തിട്ട് റീസെറ്റ് ചെയ്യണം. ഇത്രയും വർക്കാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം. അതായത് കാർബേറ്റർ ക്ലീൻ ചെയ്ത് എയർ ഫിൽറ്റർ പ്ലഗ് മാറ്റി കിക്കറൊക്കെ അഴിച്ച് ഗ്രീസ് ചെയ്ത് പെട്രോൾ ടാപ്പ് മാറ്റി കയറ്റുമ്പോൾ എത്ര വരും നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിൽ സെൻഡ് ചെയ്യാം കേട്ടോ. കാർബേറ്റർ അസംബ്ലിയുടെ അവസ്ഥ ചെയ്ത് നോക്കിയതിന് ശേഷമാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ.